ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഈ ഒരു പലഹാരം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് അരക്കപ്പ് അളവ് ചെറു ചൂട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറു ചൂടായിട്ടുള്ള പാൽ തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈസ്റ്റ് എൻ്റെത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്രാന്യൂൾസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ഈസ്റ്റ് പെട്ടെന്ന് ആക്ടിവേറ്റ് ആവാൻ വേണ്ടി സഹായിക്കും. ഇതിനി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ഈസ്റ്റൊക്കെ നല്ലപോലെ ആക്ടിവേറ്റ് ആയിട്ട് വന്നോളും. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ്. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പം മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒന്ന് നല്ലപോലെ തന്നെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നല്ല രുചിയാണ്. കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മൈദ നമ്മൾ ഒന്ന് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ ആദ്യം 1.5 കപ്പ് അളവ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അരിച്ച് ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മാത്രം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു അളവിൽ 2 കപ്പ് മൈദ എന്തായാലും ആവശ്യമായിട്ട് വരും. എങ്കിൽ കൂടി നമ്മളുടെ മൈദയിലുള്ള വ്യത്യാസമൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം. അപ്പോൾ ഞാനിപ്പോൾ 1.5 കപ്പ് അളവ് മൈദ ചേർത്ത് കൊടുത്ത് ഒന്ന് ആദ്യം നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള 1/2 കപ്പ് മൈദയും കൂടെ നേരത്തെ അരിച്ച് ചേർത്ത പോലെ തന്നെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കൈ ഉപയോഗിച്ച് നല്ലപോലെ നീഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നീഡ് ചെയ്ത് വരുമ്പോൾ നമ്മളുടെ ഡോ സ്റ്റിക്കി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കൂടുതലായിട്ട് മൈദ ചേർത്ത് കൊടുത്താൽ മതി. കറക്റ്റ് പാകത്തിനായിട്ടാണ് വരുന്നതെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബട്ടറാകുമ്പോൾ ഒന്നും കൂടെ രുചി കൂടും, അത്രേ ഉള്ളൂ. എല്ലാം കൂടെ ഞാനിപ്പോൾ നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ കൂട്ട് ഒരല്പം സ്റ്റിക്കി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടോട്ടലായിട്ട് 2 കപ്പും 1 ടേബിൾ സ്പൂണും മൈദയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൈദയുടെ ആ ഒരു വ്യത്യാസമൊക്കെ അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവാം. അപ്പോൾ ഈ ഒരു രീതിക്ക് കയ്യിലൊന്നും പറ്റിപ്പിടിക്കാത്ത കൂട്ടാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മളുടെ കൂട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടക്ക് ചെയ്ത് കൊടുക്കുക. ടക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ റിഫൈൻഡ് ഓയിലോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗം ഉണങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഡബിൾ സൈസായിട്ട് വരുന്നത് വരെയാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യേണ്ടത്. റെസ്റ്റ് ചെയ്യുന്നതും നല്ല ചൂടുള്ള സ്ഥലത്താണെങ്കിൽ വളരെ പെട്ടെന്ന് ഡബിൾ സൈസായിട്ട് വരും. ഇനി എല്ലാം നല്ല തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ സമയമെടുക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു കൂട്ട് ഡബിൾ ആകുന്നത് വരെ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളിലത്തെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ഫ്ലേവറിലാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ടാണ് കൊക്കോ പൗഡർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവ് പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കൊക്കോ പൗഡർ വേണമെങ്കിൽ അരിച്ച് ചേർക്കുകയാണെങ്കിൽ ഒട്ടും കട്ടകളില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പാലൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പാല് ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൊക്കോ പൗഡറിൻ്റെയും കോൺഫ്ലോറിൻ്റെയും മിക്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തോളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഇപ്പോൾ ഏറ്റവും ലോയിലാണ് ഉള്ളത്. നല്ല പോലെ തന്നെ ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം മാത്രം മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് മാറ്റിയാൽ മതി. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യണ്ട. ഇത് പെട്ടെന്ന് കുറുകി വരും. അതിൽ കോൺഫ്ലോറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കുറുകി വരും. ഇതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നല്ലപോലെ കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്.
വളരെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വന്നോളും. അപ്പോൾ ദാ ഇതിപ്പോൾ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. നല്ലൊരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഇതൊന്ന് ചൂടാറി വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം വേണം നമ്മൾ ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നല്ല ചൂടിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കൊരു ക്ലിംഗ് റാപ്പോ അല്ല ഒരു പാത്രമോ വെച്ച് അടച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ചൂടൊക്കെ ആറി വന്നതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ ദാ ഈ ഒരു രീതിക്കാണ് നമ്മളുടെ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു ക്രീം തന്നെ തയ്യാറാക്കി എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രീം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതാ ഞാനിപ്പോൾ ഇവിടെ നമ്മളുടെ കൂട്ടിപ്പം 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി ഒന്ന് കൈ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് നീഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആ ഒരു എയർ ബബിൾസ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് പോയി കിട്ടണം. ആ ഒരു രീതിക്ക് ഒന്ന് ഞാനിവിടെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ 4 ഉരുളകളാക്കിയിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള 4 ഉരുളകളാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് ടക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പരത്തിയെടുക്കുമ്പം ഒട്ടും തന്നെ ഷേപ്പ് പോവാതെ നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ ഉരുളകൾ തയ്യാറാക്കിയതിന് ശേഷം ഒരു ബോർഡിലേക്ക് ഒരല്പം മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിൻ്റെ കനം കാണിച്ചു തരാം എത്രയാണ് വേണ്ടതെന്ന്. ഈ ഒരു കനത്തിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാനിവിടെ 4ആയിട്ട് കട്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിത് സർക്കിളായിട്ടോ സ്ക്വയർ ആയിട്ടോ ഏത് രീതിക്ക് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ദാ ഇതുപോലെയാണ് ഞാനിപ്പം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. കനം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയതിന് ശേഷം നമുക്കൊരു 30 മിനിറ്റ് നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. റെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് നനഞ്ഞ തുണി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 30 മിനിറ്റ് ആകുമ്പോഴേക്കും അതൊന്ന് ചെറുതായിട്ട് വികസിച്ച് വന്നിട്ടുണ്ടാകും. അതിനുശേഷം നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ മീഡിയം ചൂടായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കരുത്. മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കളറ് മാറുകയുള്ളൂ. ഉള്ളോളം വെന്ത് വരില്ല. എണ്ണയിൽ ഇട്ട് കൊടുത്താൽ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് കുക്ക് ചെയ്തെടുക്കാനൊന്നും ഒരുപാട് സമയമൊന്നും എടുക്കില്ല. വളരെ ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഞാനിവിടെ എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നല്ലപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ചൂടാറി വരുമ്പോഴാണ് അത് സോഫ്റ്റായിട്ട് വരുന്നത്. ഇതുപോലെ സോഫ്റ്റായിട്ട് വന്നതിന് ശേഷം ഞാനിവിടെ ഒരു ഭാഗത്തേക്കായിട്ട് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ ഇട്ടിട്ട് ഒരു ഹോൾ ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ക്രീം ഞാനിപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനി ഉള്ളിലേക്ക് നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിക്ക് എത്രയാണോ നിങ്ങൾക്ക് ക്രീം വേണ്ടത് അതിന് പാകത്തിന് അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുക. ഇത്രേ ഉള്ളൂ, നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമൊക്കെ ഉള്ളിൽ നിറച്ചത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് കഴിക്കുമ്പോൾ ഇത് ഒരുപാട് ഇഷ്ടമാകും. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ രുചിയിലാണ് ഇത് ഉണ്ടാകുക. നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ചോക്ലേറ്റ് ക്രീം കൊണ്ട് നിറച്ചിരിക്കുന്ന ഡോനട്ടാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ ആ ഒരു ബൺ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ജ്യൂസി ആയിട്ടാണ് നമ്മളുടെ ഫില്ലിംഗ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.